എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് വേദയുടെയും വിക്രത്തിന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോഷൻ കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് പത്മയും മുത്തശ്ശിയൊക്കെ വേദയെ കാണാനായിട്ട് അങ്ങോട്ട് വരുന്നുണ്ട്. പിന്നീട് സുധാകരൻ മാഷുമായിട്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അവര് വെറുതെ വന്നിരിക്കുകയല്ല, വിക്രത്തിന്റെ വേദയുടെ കല്യാണം ഒന്നുകൂടെ നടത്തണം. കാരണം ഇതുവരെ ആയിട്ടും അവരുടെ വിവാഹം നല്ല രീതിയിൽ നടത്തിയിട്ടില്ല. വിക്രം ക്ഷേത്രത്തിൽ വെച്ച് ഒരു താലി കെട്ടി, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ 4 ആളെ വിളിച്ചു കൂട്ടി അവർക്കൊരു സദ്യ കൊടുത്ത് ചടങ്ങ് നടത്തണമെന്ന് പത്മയുടെ മുത്തശ്ശിയുടെ ഒക്കെ മനസ്സിൽ വലിയ ആഗ്രഹമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ട് കൂടിയാണ് അങ്ങോട്ടേക്ക് വന്നേ. പിന്നീട് സുധാകരൻ മാഷിനോട് പറഞ്ഞു, അതെ ഇങ്ങനെയൊക്കെ പോയിട്ട് കാര്യമില്ലല്ലോ, കുട്ടികള് അവരെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണ്ടെന്ന് ചോദിക്കുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധാകരൻ മാഷി ചൊല്ല, നിങ്ങൾ എന്താ പറയണേ, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയണ. അത് പിന്നെ ആ ഒരു സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. വേദയുടെ കഴുത്തി വിക്രം താലിയാർത്തി. പക്ഷേങ്കില് അത് നല്ല രീതിയിലൊരു താലികെട്ടായിരുന്നില്ലല്ലോ. 4 ആളെ വിളിച്ച് നല്ല രീതിയിലൊരു സദ്യയൊക്കെ കൊടുത്ത് അവരുടെ വിവാഹം അങ്ങനെ നടത്തണ്ടേന്നൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സുധാകരൻ മാഷ് പറഞ്ഞു, അല്ല വീണ്ടും ഒരു വിവാഹം, അതാണോ നിങ്ങൾ ഉദ്ദേശിക്കണേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പം പത്മ പറഞ്ഞ, അതെ അങ്ങനെ നടത്താനായിട്ട് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. ഞാനിത് ശങ്കരേട്ടനോടും പറഞ്ഞു. ശങ്കരേട്ടനും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. കാരണം ഇവരുടെ വിവാഹ ബന്ധത്തെ ഞങ്ങൾക്ക് അംഗീകരിക്കണം. ഇതുവരെയായിട്ടും വേദയുടെ വിവാഹം കഴിഞ്ഞായിട്ട് പോലും ഞങ്ങൾക്ക് തോന്നില്ല. കാരണം മറ്റൊന്നുമല്ല, ഞങ്ങൾ കണ്ടിട്ടില്ല ഇവളുടെ വിവാഹം. അപ്പൊ ഞങ്ങളുടെ മനസ്സിലും ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് സംസാരിച്ച് അങ്ങനെ നീക്കൂടെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഞങ്ങളുടെ ആഗ്രഹം എന്ന് പറയണം. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് നന്ദിനിയും കൂടെ വരുവാണ്. ഇത് കേട്ടപ്പോൾ നന്ദിനിക്ക് ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല. കമല പിന്നീട് സുധാര മാഷിന് നോക്കണം മാഷിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. മാഷ് പറഞ്ഞു, നിങ്ങളുടെ മോളെ എനിക്ക് ഇഷ്ടമാണ്, അവള് നല്ല കുട്ടിയാണ്. പക്ഷെ ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ. കാരണം വിക്രത്തെ പോലെയുള്ള ഒരുത്തന്റെ കൂടെയാണ് അവള് ജീവിക്കേണ്ടേ, ജീവിതാവസാനം മുഴുവനും. അതൊക്കെ അറിഞ്ഞിട്ടാണോ അന്ന് ആ സമയത്ത് അങ്ങനെ സംഭവിച്ചു പോയി. പക്ഷെ അതിന്റെ പേരിൽ ഇനിയൊരു ഇത് വേണോന്ന് ചോദിക്കുക. ഇത് കേട്ടപ്പോൾ മുത്തശ്ശി പറഞ്ഞു, അല്ല മാഷ് എന്താ അങ്ങനെ പറയണേ, ഇവരുടെ കല്യാണം കഴിഞ്ഞ് ഇത്രയും കാലമായില്ലേ, ഇനിയിപ്പോ ഈ കുട്ടിക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവും തോന്നുന്നുണ്ടോ? വേറൊരു വിവാഹം അത് നടക്കുന്ന കാര്യമാണോ? അങ്ങനെ എന്തേലും ആയിരുന്നെങ്കിൽ വേദ എന്നെ അങ്ങോട്ട് തിരികെ വന്നേനും. വേദയ്ക്ക് നല്ലൊരു ആലോചന വന്ന് അവളുടെ വിവാഹം ഉറപ്പിച്ചു വെച്ചിരുന്നതാണ്. അതിനു വേണ്ടിയിട്ടുള്ള താലിയായിരുന്നു അന്ന് പൂജിച്ചേ, അറിയാലോ. അന്ന് ആ സമയത്ത് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി. ഒരുപക്ഷെ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹമായിരിക്കാം. ആ ക്ഷേത്രത്തിൽ വെച്ച്, ഉമാമഹേശ്വര ക്ഷേത്രത്തിൽ വെച്ച് അന്നത്തെ ദിവസം താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ അവര് കുറെ വർഷങ്ങളോളം ഒന്നിച്ച് ജീവിക്കുന്ന പറയുന്നേ. ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു, ഒരുപക്ഷെ അതൊക്കെ വിശ്വാസമായിരിക്കാം, ഞാൻ അതിനെ എതിർക്കുന്നൊന്നുമില്ല. പക്ഷെ ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടെ തീരുമാനിച്ചിട്ട് പോരേന്ന് ചോദിക്കുക. ഇത് കേട്ടത് പത്മ ചോദിച്ചു, അല്ല മാഷിന്റെ അഭിപ്രായം എന്താന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോൾ മാഷോട് ഞാൻ എന്ത് പറയാനാ എന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കമല പറഞ്ഞു, മാഷെ സമ്മതിക്കും മാഷെ, ഒന്നുമല്ലേലും ഇത് വേദ ഈ വീട്ടിലെ മരുമോളല്ലേ, കുടുംബക്ഷേത്രത്തിൽ പോയി താലി ആർത്തിയതും കൂടെ അല്ലേ, ഇനിയിപ്പോൾ ഇവിടെ വേണ്ടെന്ന് വെക്കാണ്ട് ഞങ്ങൾക്ക് പറ്റുമോന്ന് ചോദിക്കണം. ഇത് കേട്ട മാഷോട്, നിങ്ങളുടെ എല്ലാവരുടെയും ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ അതങ്ങോട്ട് നടക്കട്ടെ എന്ന് പറയണം. നന്ദിനി ഒട്ടും പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. വീണ്ടും അവനും അവളും കൂടെ ഒന്നാൻ പോകണം. ഇത് ശരിക്കുള്ള കെട്ടാണ്. ഈ കെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ ഇവിടുത്തെ ആധിപത്യം സ്ഥാപിക്കും. അതൊരു കാരണവശാലും പാടില്ല. ദൈവമേ, പെട്ടത് തന്നെ ഇത് എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. ഇത്രയും നാള് പിന്നെ ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോയി. അച്ഛനാണെങ്കിൽ അവളോട് എതിർപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ വിവാഹബന്ധം കഴിയുന്നതോട് കൂടിയിട്ട് അവൾക്ക് ഇവിടുത്തെ അധികാരം മുഴുവത്തോടെ കിട്ടും. അതൊരു കാരണവശാലും പാടില്ല. തന്നെ അവൾ ചവിട്ടിത്തേക്കും എന്നൊരു ചിന്തയൊക്കെ വരുവാണ്. നന്ദിനി പെട്ടെന്ന് എന്ത് ചെയ്യണം, അങ്ങോട്ടേക്ക് മാറിപ്പോയിട്ട് വിക്രത്തെ വിളിക്കുകയാണ്. വിക്രത്തോട് ചോദിച്ചു, നീ ഇത് എവിടെയാടാന്ന് ചോദിക്കുക. ഞാൻ പുറത്താ. അതെ ഇവിടെ നിനക്ക് വേണ്ടിയിട്ട്, നിന്നെ കുരുക്കിടാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുവാന്ന് പറയണ. കുരുക്കിടാൻ വേണ്ടിട്ടോ? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നന്ദിനി അടുത്ത് എന്താന്ന് വെച്ചാൽ തെളിച്ചു പറ. എടാ വിക്രം, ആ വേദയുടെ വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവര് വരട്ടെ, അതിനിപ്പം നന്ദിനി അടുത്തേക്ക് എന്താന്ന് ചോദിക്കണം. അതല്ലടാ, നിന്റെ വേദയുടെ കല്യാണം ഒന്നുകൂടെ നടത്താൻ അവരുടെ തീരുമാനം. ഒന്നുകൂടെ നടത്താനോ? ഒന്ന് കെട്ടി അതിന്റെ ക്ഷീണം ഞാൻ എനിക്ക് മാറിയിട്ടില്ല. എടാ അതൊന്നുമല്ല, ഇതെടാ എല്ലാരും അറിഞ്ഞ് അവളുടെ വീട്ടിൽ സമ്മതിച്ച് ഇവിടെ അച്ഛനും വരെ സമ്മതിച്ചു. അങ്ങനെ 2 വീട്ടുകാരും ഒരുമിച്ച് ആൾക്കാരെയൊക്കെ വിളിച്ച് സദ്യയൊക്കെ കൊടുത്ത് ഗംഭീരമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയെന്ന് പറയണം. ഇത് ഏട്ടൻ വിക്രം ചോദിച്ചു, ആരോട് ചോദിച്ചിട്ട്? അതൊന്നും എനിക്കറിയത്തില്ല, ഇവിടെ അച്ഛനും അമ്മ എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞു. ദേ അങ്ങനെ എങ്ങാനും അവളുടെ കഴുത്തിൽ നീ താലി ആർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിനക്ക് ഒരിക്കലും ഒരു രക്ഷപ്പെടാൻ ഉണ്ടാവത്തില്ല കേട്ടോ. നീ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്ക്. പിന്നെ ഞാനിത് നിന്നോട് പറഞ്ഞെന്ന് നീ ഇത് ആരോടും പറയണ്ട കേട്ടോ, ഇവിടെ ഞാനാ പറഞ്ഞെന്നുള്ള കാര്യം എന്നൊക്കെ നന്ദിനി അങ്ങനെ രഹസ്യോപദേശം കൊടുത്തതിന് ശേഷമാണ് ഫോൺ കട്ട് ചെയ്യുന്നത്. പിന്നീട് കുറച്ചു നേരം അവന് സംസാരിച്ചിരിക്കുന്നുണ്ട് പത്മയും മുത്തശ്ശിയും കൂടെ. അതിനുശേഷം കമലയോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, ക്ഷേത്രത്തിൽ പോയിട്ട് അടുത്ത നല്ലൊരു മുഹൂർത്തം ഉണ്ടെങ്കിൽ അതെന്നാന്ന് നോക്കൂ, ഞങ്ങൾക്ക് ഏത് ദിവസമാണേലും കുഴപ്പമില്ല, നിങ്ങൾ പറയുന്ന ദിവസം തന്നെ
ഞങ്ങൾ ഓക്കെയാന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ആ ദിവസം തന്നെ വിക്രം വേദം തമ്മിലുള്ള കല്യാണം നടക്കട്ടെ എന്ന് പറയണം. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേനും കമലയ്ക്ക് ഭയങ്കര സന്തോഷം. കമല മാഷിൻ്റെ അടുത്തേക്ക് പറഞ്ഞു, മാഷേ എന്നാൽ ഞാൻ വേദമോളെയും കൂട്ടിക്കൊണ്ട് ക്ഷേത്രത്തിൽ നിന്ന് പോട്ടെ, അവിടെ ചെന്നിട്ട് നോക്കാം, തീരെ നല്ലൊരു മുഹൂർത്തം നോക്കാം, അങ്ങനെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പത്തിലാവുമല്ലോ എന്നൊക്കെ പറയണം. മാഷ് പറഞ്ഞ്, കമല നിനക്കറിയാമല്ലോ കാര്യങ്ങളൊക്കെ, എന്താ കാര്യങ്ങളാ മാഷ് ഇനിയിപ്പോൾ അറിയാമല്ലേ, ഇവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാരല്ലേ ജീവിക്കുന്നേ, അറിയാലോ. കുടുംബക്ഷേത്രത്തിൽ വെച്ച് താലിയും കെട്ടി വേദയുടെ കഴുത്തിൽ വിക്രം. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഇവർക്ക് വേണ്ടിയിട്ട് അമ്മയാണെങ്കിൽ ആദ്യരാത്രി വരെ നടത്തി. അതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ലോ മാഷിനോടെന്നൊക്കെ പറയണം. മാഷിനെ എതിർക്കാൻ വാക്കുകളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിൽ തന്നെ ഇനിയിപ്പോൾ വേദയെ വേറെ കല്യാണം കഴിപ്പിച്ചു വിടാന്ന അത്ര നടക്കുന്ന കാര്യമൊന്നുമില്ല. വേദന ഇവിടുന്ന് ഇറക്കി വിടാനും പറ്റില്ല. പിന്നീട് മാഷം കൂടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും വേദയുടെ ഇന്ന് കമല പറഞ്ഞു, മോള് വാ, നമുക്ക് ക്ഷേത്രത്തിൽ വരെ പോയിട്ട് വരാമെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ നല്ലൊരു മുഹൂർത്തം നോക്കാന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് പോവാണ്. നന്ദിനിക്കാണെങ്കിൽ ആകെപ്പാട് ഇടിവെറ്റേറ്റ ഒരവസ്ഥയായിരുന്നു. നന്ദിനി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത് ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ നടക്കുമെന്നുള്ളത്. പിന്നീട് ശ്രീജയുടെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, എന്നാലും ഈ വേദയുടെ വീട്ടുകാർക്ക് ഇത് എന്ത് പറ്റി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ, വേദനയും വിക്രത്തിനും ഇല്ലാതാക്കാൻ നടന്നുവരാ, ഇപ്പോഴാണ്ട് അവർ തമ്മിലുള്ള ബന്ധത്തെ അംഗീകരിച്ച് അവർ കല്യാണം നടത്താൻ പോകുന്ന പോലും എനിക്കൊന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ശ്രീജ പറഞ്ഞു, അതെ ഇനി കൂടുതൽ ആലോചിച്ച് നന്ദിനി തല പോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറയണം. അങ്ങനെ കമലയും വേദയും കൂടെ പോയി നല്ല തിരുമേനിയെ കണ്ട് നല്ലൊരു മുഹൂർത്തം കുറിപ്പിച്ച് വരുവാണ്. പോരുന്ന വഴിക്ക് തന്നെ പത്മേനെയും മുത്തശ്ശിനെ കുറിച്ച് ഈ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞങ്ങൾ പോയി മുഹൂർത്തം നോക്കി 2 ആഴ്ച കഴിഞ്ഞതിന് ശേഷമുള്ള നല്ലൊരു ദിവസം, നല്ലൊരു മുഹൂർത്തം ഉണ്ടെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവർ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല, പിന്നെ അത് മാത്രമല്ല പിന്നെ അടുത്ത് വരുന്ന ഒരു തീയതിയും കൂടെ ഉണ്ടെന്ന് പറയണം. ഇത് കേട്ടും പത്മ പറഞ്ഞു, അങ്ങനെയാണ് പിന്നെ ആ തീയതി നോക്കുന്നതല്ലേ നല്ലത്, ഈ ആഴ്ച തന്നെ ഒരെണ്ണം ഉണ്ടെന്ന് പറയണം. അങ്ങനെയാണ് പിന്നെ ഒരു കാര്യം ചെയ്യാം, ആ മുഹൂർത്തം തന്നെ അങ്ങോട്ട് കുറിപ്പിച്ചോളാൻ പറയണം. അങ്ങനെ ആ കാര്യത്തിലൊരു തീരുമാനമായി സന്തോഷത്തോടെ അവർ വീട്ടിലേക്ക് വരികയാണ്. പിന്നീട് വിനായകൻ പുറത്തു പോയിട്ട് വരുന്ന സമയത്ത് അപ്പുമോൾക്ക് പലഹാരമൊക്കെ മേടിച്ചുകൊണ്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അപ്പുമോൾ എന്ത് ചെയ്യുക, അതുകൊണ്ടേ ശ്രീജടയിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇതേ ചെറിയച്ഛൻ എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നാന്ന് പറയണം. അങ്ങനെ ശ്രീജ അത് എടുത്ത് തുറന്ന് അപ്പുമോൾക്ക് കൊടുക്കാൻ തുടങ്ങുമ്പോഴത്തേനും നന്ദിനി അങ്ങോട്ടേക്ക്, ആഹാ ഇത് കൊള്ളാലോ, ഇത് എവിടെ നിന്നാന്ന് ചോദിക്കുകയാണ്. ഇതെനിക്ക് ചെറിയച്ഛൻ വാങ്ങിച്ചുകൊണ്ട് തന്നാന്ന് പറയണം. ഇത് കേട്ടോ നന്ദിനി ഇങ്ങനെ വിനായകനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുകയാണ്. നിങ്ങൾക്ക് വേറൊരു പണിയില്ലേ എന്നുള്ള രീതിയിലൊരു നോട്ടം നോക്കുകയാണ്. വിനായകൻ എന്ന് മനസ്സിലാവുകയും ചെയ്തു. നന്ദിനി പറഞ്ഞു, ദേ വിനായേട്ടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനി അധികം വൈകാതെ മിക്കാറും നമുക്കൊരു കുഞ്ഞൊക്കെ പിറക്കും, പൈസയൊക്കെ സേവ് ചെയ്ത് വെക്കണം, ചുമ്മാ ദൂർത്തടിച്ചിങ്ങനെ പൈസയൊന്നും കളയില്ലെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീജ് പറഞ്ഞു, എന്തിനാ വിനായകൻ ഇതൊക്കെ മേടിച്ചുകൊണ്ട് വന്നത്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലായിരുന്നല്ലോ എന്ന് പറയണം. അതെ ഇവിടെ അങ്ങനെയൊക്കെ പറഞ്ഞെന്ന് ഓർത്തോണ്ട് അതെ നീ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, നീ അപ്പൂവിനടുത്ത് കൊടുക്കാനൊക്കെ പറയണം. അപ്പു പറഞ്ഞു, അല്ല എന്തിനാ ചെറിയച്ഛനെ വഴക്ക് പറഞ്ഞ നന്ദിനിയെ ചെറിയമ്മേന്ന് ചോദിക്കണം. ഞാൻ ആരെയും വഴക്ക് പറഞ്ഞൊന്നും ഇല്ലെന്ന് പറയണം. അപ്പോഴേക്കാണ് വേദ അങ്ങോട്ടേക്ക് വരുന്നത്. വേദ പറഞ്ഞു, അതെ നിന്റെ ചെറിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല മോളെ, അതുകൊണ്ടാന്ന് പറയണം. കൊച്ചും കൂടെ വന്നോളൂ, അപ്പത്തേനും കൊച്ചിന്റെ മനസ്സിലേക്ക് എന്നെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു വെച്ചിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയണം. ഇത് കേട്ടം വേദ പറഞ്ഞു, എന്തു കുറ്റം പറഞ്ഞു കൊടുത്തെന്ന്? ഞാൻ കുറ്റമൊന്നും പറഞ്ഞു കൊടുത്തില്ലല്ലോ, നന്ദിനിയടുത്തിയുടെ മനസ്സിലുള്ള കാര്യമല്ല ഞാൻ പറഞ്ഞു കൊടുത്തേന്ന് പറയണം. ഇത് കേട്ടത് നന്ദിനി പറഞ്ഞു, അല്ലെങ്കിലും ഇത്തിരി അഹങ്കാരം കൂടും, 2ാം കല്യാണം നടക്കാൻ പോവല്ലേ, അപ്പൊ അതിന്റെ ആയിരിക്കും അഹങ്കാരം എന്ന് പറയണം. 2ാം കല്യാണോ? ഇതെന്നെ പറയണെന്ന് ചോദിച്ചിട്ട് കമല എങ്ങോട്ടേക്ക് വരുവാണ്. അല്ല 2ാം കെട്ടല്ലേ വേദയുടെന്ന് ചോദിക്കുക. 2ാം കെട്ടോ? അതിനാരാ? വിക്രം തന്നെയല്ലേ അവളുടെ കഴിച്ച് താലി നടത്തുന്നേ, അല്ലാതെ മറ്റാരും അല്ലല്ലോ എന്ന് പറയണം. എന്നാലും 2ാം കെട്ടല്ലേ. ഇത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കോ, ഒറ്റ എണ്ണം കൂടെ വെച്ച് തന്നുണ്ടല്ലോ നന്ദിനി, നിനക്ക് ഇത്തിരി കൂടുന്നുണ്ടെന്ന് പറയണം. വിനായൻ പറഞ്ഞു, നിനക്കിത് എന്തിന്റെ കേടാ നന്ദിനി എന്ന് ചോദിക്കുകയാണ്. കിട്ടിയതൊന്നും പോരേന്ന് ചോദിക്കുക. അപ്പൊ തലേദിവസം സ്വർണം കൊടുത്തിട്ടുണ്ടായിരുന്നു നന്ദിനിക്ക്. പെട്ടെന്ന് നന്ദിനി ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയം വേദയുടെ അടുത്ത് വന്നിട്ട് കമല പറഞ്ഞു, മോള് ഇതൊന്നും കാര്യമൊക്കെ ഉണ്ടാന്ന് പറയണം. അല്ലെങ്കിൽ ആരെയും കാര്യമാക്കുന്നു, നന്ദിനിയെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അതൊന്നും കാര്യമാക്കാനില്ല എന്നുള്ള കാര്യം അറിയാൻ മേലേന്നൊക്കെ ചോദിക്കുകയാണ്. ഈ സമയത്ത് പത്മയും മുത്തശ്ശിയും കൂടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. വേദയ്ക്ക് കുറെ സ്വർണവും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പം നേരത്തെ മേടിച്ച സ്വർണം കാര്യങ്ങളും ഇപ്പുണ്ട്. മുത്തശ്ശി പറഞ്ഞു, എൻ്റെ കുറേ സ്വർണ്ണമെല്ലാം അവൾക്കുള്ളതാ, അവൾക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ല, അവൾക്ക് ഞാൻ കുറേ സ്വർണ്ണമൊക്കെ കൊടുക്കുന്നുണ്ടെന്ന് പറയണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പത്മ പറഞ്ഞു, അല്ല അവൾക്കുള്ള സ്വർണ്ണമൊക്കെ നേരത്തെ എടുത്തു വെച്ച് ഇവിടെ ഇരിപ്പില്ലേ എന്ന് പറയാം. അത് പോരാ, കാരണം ഇത്രയും നാളെ ഇതുവരെയായിട്ടും അവൾക്ക് ഞാനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറയണം. ഇത് കേട്ടപ്പോൾ പത്മ പറഞ്ഞു, അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എല്ലാം മംഗളാരമായിട്ടൊന്നും നടന്നാൽ മതിയായിരുന്നു, ഇത് കഴിയുന്നോടം വരെ എൻ്റെ ചങ്കിനകത്തൊരു തീയാന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, വിഷമിക്കൊന്നും വേണ്ട പത്മം, എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കും. കാരണം അന്നത്തെ ദിവസം കല്യാണം കഴിഞ്ഞുകൊണ്ട് എനിക്കൊരു കാര്യം ഉറപ്പായിരുന്നു, വേദയും വിക്രവും തമ്മിൽ ഒന്നിക്കും. എത്രയാന്ന് പറഞ്ഞാലും എത്രയൊക്കെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞാലും അവരൊരു കാരണവശാലും പിരിയാൻ പോകുന്നില്ലെന്നൊക്കെ പറയണം.
അങ്ങനെ വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേനും വിക്രം അങ്ങോട്ടേക്ക് വരുവാണ്. വിക്രം വീട്ടിലേക്ക് വരുമ്പോൾ എല്ലാവരും ഉണ്ട്, അടുക്കള തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു. എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വിക്രം അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രം വന്നു കഴിഞ്ഞപ്പോഴത്തേനും കമല പറഞ്ഞു, എടാ ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയാണ്. സന്തോഷ വാർത്തയോ? വിക്രം ഒന്നും അറിയാത്തില്ലാത്ത മട്ടില്ല സംസാരിക്കുന്നത്. എന്താ അമ്മ ഇത്ര സന്തോഷ വാർത്ത? അത് പിന്നെ ഇന്ന് വേദയുടെ വീട്ടിൽ നിന്ന് അവളുടെ അമ്മയും മുത്തശ്ശിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതിന് അവരൊരു കാര്യം തീരുമാനിച്ചു, നിന്റെയും വേദയുടെയും കല്യാണം ഒന്നുകൂടെ നടത്താൻ വേണ്ടിയിട്ട്. കല്യാണം നടത്താനോ? എന്തിന്? അല്ല എടാ, അത് പിന്നെ അന്ന് അങ്ങനെയൊക്കെ നടന്നു, പക്ഷെ അങ്ങനെയല്ലോ, 4 ആളെ വിളിച്ചു കൂട്ടി 4 ആളെ അറിയിച്ചുകൊണ്ട് കല്യാണം നടത്തേണ്ടതെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പോൾ വിക്രം പറഞ്ഞു, അതൊന്നും എനിക്ക് പറ്റില്ല, എന്നെക്കൊണ്ട് അതിന് പറ്റില്ല, ഇവളുടെ കഴുത്തിൽ താലി അടത്താൻ എന്നെ കൊണ്ട് പറ്റില്ലെന്ന് പറയണം. ഇത് കേട്ടതും കമലയും വേദയൊക്കെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാത്ത വല്ലാത്തൊരവസ്ഥയിൽ ഞെട്ടിത്തെരിച്ചിരിക്കുക. പക്ഷെ നന്ദിനിക്ക് സന്തോഷമായി. താൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, ഒരു കാരണവശാലും ഇനി അവൻ ഇവളുടെ കഴുത്തിൽ താലി ആർത്തില്ല എന്നൊരു ചിന്തയായിരുന്നു. ഇവിടെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യണം. പക്ഷെ നന്ദിനിയുടെ ആ മോഹങ്ങളൊക്കെ അങ്ങനെ സാക്ഷാത്കരിക്കാതെ പോവും, പൊലിഞ്ഞു പോവും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.